തൊളിക്കോട് ഇമാം ഷഫീഖ് അൽ ഖാസിമിക്കെതിരായ പീഡനക്കേസിൽ വഴിത്തിരിവ്. വൈദ്യപരിശോധനയിൽ പീഡനം സ്ഥിരീകരിച്ചു. പെൺകുട്ടിയുടെ മൊഴിയും വൈദ്യപരിശോധനാ റിപ്പോർട്ടും ശിശുക്ഷേമ സമിതി പോലീസിന് കൈമാറി. വിവരങ്ങളുമായി റിനു ചേരുന്നുണ്ട്. റിനു, തൊളിക്കോട് പീഡനക്കേസിൽ പുതിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടിയുടെ മൊഴിയും വൈദ്യപരിശോധനാ റിപ്പോർട്ടും ശിശുക്ഷേമ സമിതി പോലീസിന് കൈമാറിയിരിക്കുകയാണ്. മറ്റു വിശദാംശങ്ങൾ കൂടി. അവന്തിക, കഴിഞ്ഞ ദിവസമാണ് പീഡനത്തിന് ഇരയായ പെൺകുട്ടിയെ 16 വയസ്സുകാരിയെ ചൈൽഡ് വെൽഫെയർ പരിശോധന നടത്തി മൊഴിയെടുത്തത്. കൃത്യമായി തന്നെ മൊഴിയിൽ തന്നെ പീഡിപ്പിച്ച വിവരം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകരിൽ എത്തിക്കാൻ കഴിയുക. മറ്റൊന്ന്, വൈദ്യപരിശോധനയും കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഈ വൈദ്യപരിശോധനയിലും ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടതായിട്ട് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മറ്റൊന്ന്, ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി 164 അനുസരിച്ചുള്ള മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പെൺകുട്ടിയെ ഹാജരാക്കും എന്നുള്ളതാണ്. എന്തായാലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൂടെയാണ് ഈ കുട്ടി ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. നേരത്തെ പോലീസിന്റെ വനിതാ SIയും അതുപോലെ തന്നെ CI ഉൾപ്പെടെയുള്ളവർ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയിലും പെൺകുട്ടിയെ ഇമാം ഉപദ്രവിച്ചതായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിവരം പുറത്തു വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പെൺകുട്ടിയും ഒപ്പം കുടുംബവും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഒരു പരാതി നൽകുവാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. എന്നാൽ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിവരമനുസരിച്ച് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പെൺകുട്ടിയുടെ പീഡനവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ്. ഒന്നിലധികം പ്രതി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. പക്ഷേ അത്തരത്തിൽ ഒരു വിവരം സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നുള്ളതും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കാരണം മറ്റ് ആരുടെയെങ്കിലും സഹായം ഈ പീഡനത്തിന് വേണ്ടി ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ പ്രതിയായിട്ടുള്ള ഷഫീഖ് അൽ ഖാസിമി ഇപ്പോൾ ഒളിവിലാണ്. ഇദ്ദേഹത്തിന് വേണ്ടി പോലീസ് കൃത്യമായി തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈരാറ്റുപേട്ടയിലെ ഇദ്ദേഹത്തിന്റെ വീട്ടിലും മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ തന്നെ തിരച്ചിൽ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണ സംഘത്തെ പ്രത്യേകമായി തയ്യാറാക്കിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. നെടുമങ്ങാട് DYSP അശോകന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ അന്വേഷണം നടത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും പ്രതിയായിട്ടുള്ള ഷഫീഖ് അൽ ഖാസിമി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നതായും ഒരു വിവരം ലഭ്യമാകുന്നുണ്ട്. ശരി, റിനുവാണ് വിവരങ്ങൾ നൽകിയത്. തൊളിക്കോട് ഇമാം ഷഫീഖ് അൽ ഖാസിമിക്കെതിരായ പീഡനക്കേസിൽ വഴിത്തിരിവ്. വൈദ്യപരിശോധനയിൽ പീഡനം സ്ഥിരീകരിച്ചു. പെൺകുട്ടിയുടെ മൊഴിയും വൈദ്യപരിശോധനാ റിപ്പോർട്ടും ശിശുക്ഷേമ സമിതി പോലീസിന് കൈമാറി. വിവരങ്ങളാണ് റിനു നൽകിയത്.